ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സിലെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഇൻഫെക്ഷൻ, ഡിസീസ്, ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താണ് ഒരു ഇൻഫെക്ഷൻ, എന്താണ് ഒരു ഡിസീസ് അഥവാ രോഗം, മൂന്നാമത്തത് ഈ രോഗങ്ങൾ പകരുന്നത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം. എന്താണ് ഇൻഫെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. It is the invasion, lodgement and multiplication of a microorganism in the tissue of host. The main cause is the microorganism. ഒരു സൂക്ഷ്മജീവി, സൂക്ഷ്മ അണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അത് ഒരു അവയവത്തിൽ താമസമാകുന്നു. അത് എണ്ണത്തിൽ വർദ്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. Microorganisms are widespread in nature and are beneficial to life, but some can cause serious harm. ഈ സൂക്ഷ്മജീവികൾ ധാരാളമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്നതാണ്. ചിലത് നമുക്ക് ഉപകാരപ്രദമുള്ളതുമാണ്. മൈക്രോ ഓർഗാനിസംസ് ആർ ഓഫ് 2 types, പാത്തോജനിക് ആൻഡ് നോൺ പാത്തോജനിക്. പാത്തോജനിക് എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവികൾ. രണ്ടാമത്തത് നോൺ പാത്തോജനിക് ആണ്. നമുക്ക് രോഗം ഉണ്ടാക്കുന്നില്ല, മാത്രമല്ല സഹായകമായി നിൽക്കുകയും ചെയ്യുന്നു. മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ 4 ഗ്രൂപ്പ്സ്. 4 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് സൂക്ഷ്മജീവികളെ തിരിക്കാം. ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ ആൻഡ് വൈറസസ്. ഇനി നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ആണ്. എങ്ങനെയാണ് രോഗം പകരുന്നത്? പാസേജ് ഓഫ് എ പാത്തോജൻ ഫ്രം ആൻ ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് individual or group to a particular individual or group is called transmission of infection. രോഗം ഉള്ള ഒരു വ്യക്തിയിൽ നിന്നോ ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നോ ഒരു വ്യക്തിയിലേക്കോ ഒരു കൂട്ടം വ്യക്തികളിലേക്കോ പകരുന്നതിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. 8 രീതികളിൽ നമുക്ക് ഈ രോഗം പകരാം. There are 8 types of routes of transmission: airborne transmission, droplet transmission, direct physical contact, indirect physical contact, fecal oral transmission, indirect transmission, transmission due to medical procedure, congenital or vertical transmission. എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് രോഗം പകരുന്നത് എന്ന് നമുക്ക് നോക്കാം. First one, airborne transmission. Particles that stay in the air for a long period of time. Example, tuberculosis. വായുവിൽ അണുക്കളുള്ള പാർട്ടിക്കിൾസ് കുറച്ചേറെ സമയം തങ്ങി നിൽക്കുന്നു. ഉദാഹരണം ക്ഷയരോഗാണു. Second one, droplet transmission. Wet particles that stay in the air for a short period of time. വളരെ കുറച്ച് സമയം വായുവിൽ ജലകണികകൾ, അണുക്കളുള്ള ജലകണികകൾ തങ്ങി നിൽക്കുന്നു. ഉദാഹരണം ഇൻഫ്ലുവൻസ, കോൾഡ്. Third one is direct physical contact, touching an infected person directly. Example, chicken pox. നേരിട്ട് രോഗിയായിട്ടുള്ള സമ്പർക്കം. എക്സാമ്പിൾ ചിക്കൻ പോക്സ്. നാലാമത്തത് ഇൻഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്, ടച്ചിങ് എ കണ്ടാമിനേറ്റഡ് സർഫസ്. എക്സാമ്പിൾ ഐ ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ. നേരിട്ട് രോഗിയുമായിട്ട് ബന്ധം വരുന്നില്ല, എന്നാൽ രോഗിയുമായിട്ട് സമ്പർക്കമുള്ള ഏരിയയിൽ നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഈ രോഗം ലഭിക്കുന്നു. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കുക. ഒരു സാധ്യതയാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. അഞ്ചാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഫീക്കൽ ഓറൽ ട്രാൻസ്മിഷൻ ഫ്രം അൺവാഷ്ഡ് ഹാൻഡ്സ്, contaminated food or water, or occurs due to lack of sanitation and hygiene. Example, cholera, typhoid. കൈകൾ കഴുകാതെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ, നമ്മുടെ ആഹാരത്തിൽ നിന്നും വെള്ളവും ശുചിയായ രീതിയിൽ ഇല്ലെങ്കിൽ ശുചിത്വ ശീലങ്ങൾ നമുക്ക് ഇല്ലെങ്കിൽ, വൃത്തിയില്ലെങ്കിൽ സംഭവിക്കുന്ന സമ്പർക്ക രീതിയിലുണ്ടാകുന്ന രോഗങ്ങൾ. ഉദാഹരണം കോളറ ആൻഡ് ടൈഫോയിഡ്. ആറാമത്തത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഫ്രം എ വെക്റ്റർ ഓർ എൻ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. എക്സാമ്പിൾ മലേറിയ, ടേപ്പ് വോം ഇൻഫെക്ഷൻ. ഒരു വാഹകൻ രോഗം പരത്തുന്നതിനെയാണ് നമ്മൾ വെക്റ്റർ ട്രാൻസ്മിഷൻ അഥവാ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ഉദാഹരണം മലേറിയ. ടേപ്പ് വോം ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനാണ്. ഏഴാമത്തത് ട്രാൻസ്മിഷൻ ഡ്യൂ ടു മെഡിക്കൽ പ്രൊസീജിയർ, ടച്ചിങ് എ വോൺ, ഇഞ്ചക്ഷൻ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസ്. അതായത് ആരോഗ്യ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന രോഗങ്ങൾ. അങ്ങനെയാണ് ട്രാൻസ്മിഷൻ ഡ്യൂ ടു മെഡിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്.
എട്ടാമത്തത് കൺജനൈറ്റൽ ഓർ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ, ജന്മനാ ലഭിക്കുന്നത്, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്, ഫ്രം മദർ ടു ഫീറ്റസ്. എക്സാമ്പിൾ റുബല്ല. ഡിസീസ് അഥവാ രോഗം. It is the condition in which deviation from the normal structural and functional state of an organism, ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടും അതിൻ്റെ ഫങ്ഷൻസിലും ഓർഗൻസിലും ഏതെങ്കിലും ഫങ്ഷൻസിന് വ്യത്യാസം വരുന്നതിനെ, സാധാരണയിൽ നിന്നും വ്യത്യാസം വരുന്നതിനെയാണ് ഡിസീസ് അഥവാ രോഗം എന്ന് പറയുന്നത്. ദ ഇൻഫെക്ഷ്യസ് ഡിസീസ് പ്രോസസ് ഇൻക്ലൂഡ്, ആ ഇൻഫെക്ഷ്യസ് ഡിസീസസിന് 6 പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട്. ആ ഘട്ടങ്ങൾ 6 എണ്ണമാണ്. 1 ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, 2 റിസർവോയർ, 3 പോർട്ടൽസ് ഓഫ് എക്സിറ്റ്, 4 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, 5 പോർട്ടൽ ഓഫ് എൻട്രി, 6 സസെപ്റ്റബിൾ ഹോസ്റ്റ്. ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു രോഗം ഉണ്ടാകുമ്പോൾ അതിന് 6 സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റെപ്പുകളെയാണ് നമ്മൾ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ദി സ്പ്രെഡ് ഓഫ് ആൻ ഇൻഫെക്ഷൻ വിത്തിൻ എ കമ്മ്യൂണിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ചെയിൻ, സെവറൽ ഇന്റർ കണക്റ്റഡ് സ്റ്റെപ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ എ പാത്തോജൻ മൂവ്സ് എബൌട്ട്. ഒരു രോഗം പകരുന്ന ആ അവസ്ഥയെ, ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സമൂഹത്തിൽ പകരുന്ന അവസ്ഥയാണ് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ചേർത്ത് പറയുന്നത്. അതിൽ ഒരു രോഗാണു എങ്ങനെയൊക്കെയാണ് രോഗം ആകുന്നത് എന്ന് വ്യക്തമായി പറയുന്നു. ഇൻഫെക്ഷൻ കൺട്രോൾ ഈസ് മെന്റ് ടു ബ്രേക്ക് ദി ചെയിൻ, പ്രിവെന്റിംഗ് എ പാത്തോജൻ ഫ്രം സ്പ്രെഡിങ്. ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രേക്ക് ദി ചെയിൻ. ഈ ചെയിനിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മുറിച്ചു മാറ്റുക. അങ്ങനെ നമുക്ക് ഈ രോഗം പകരാതെ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്കതെല്ലാവർക്കും ഈ കൊറോണ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. ഈ 6 ഇൻ്റർ കണക്റ്റഡ് സ്റ്റെപ്സ്, പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഈ 6 സ്റ്റെപ്പുകളെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, രോഗം കൊണ്ടുവരുന്നത് എന്താണ്? ബാക്ടീരിയ, വൈറസസ്, ഫംഗൈ, പ്രോട്ടോസുവ, നേരത്തെ പറഞ്ഞു. മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ. ഇത് ഒരു റിസർവോയർ എന്ന് വെച്ചാൽ ഇത് എവിടെയോ ഒരു സ്ഥലത്ത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അത് വ്യക്തികളായിരിക്കാം, ഉപകരണങ്ങളായിരിക്കാം, വെള്ളമായിരിക്കാം. പീപ്പിൾ, എക്യുപ്മെൻറ്റ്, വാട്ടർ ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഘടകം എന്ന് വെച്ചാൽ പോർട്ടൽ ഓഫ് എക്സിറ്റ്, ഒരിടത്ത് സമാഹരിച്ച് വെച്ചിരിക്കുന്നു. ഇനി അവിടെ നിന്ന് അത് പുറത്തോട്ട് പോകണം. എങ്ങനെയാണ് പോകുന്നത്? എക്സ്ക്രീഷൻസ്, സെക്രീഷൻ, ഡ്രോപ്ലെറ്റ്സ്, ചിലപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന സ്രവങ്ങളായിരിക്കാം, ജലകണികകളായിരിക്കാം, പുറത്തോട്ട് പോകുന്നു. അടുത്ത ഘടകം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് ഈ പുറത്തോട്ട് വന്ന സാധനം ഒരാളിൽ എത്തുന്നത്? നേരത്തെ പറഞ്ഞു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ 8 രീതിയുണ്ടെന്ന്. കോണ്ടാക്റ്റ്, ഡ്രോപ്ലെറ്റ്, എയർബോൺ, വെക്ടർബോൺ എന്തുവാകാം. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പോർട്ടൽ ഓഫ് എൻട്രി, ഇങ്ങനെ മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കാൻ പോകുന്നു. അത് ഏത് വഴി കയറുന്നു? എൻട്രി എന്ന് വെച്ചാൽ എന്താണ്? കയറുക. റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴി കയറാം, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റ് വഴി കയറാം, എവിടെ വഴി വേണോ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കാം. അതാണ് പോർട്ടൽ ഓഫ് എൻട്രി. അടുത്തത് സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് രോഗം വരുന്ന വ്യക്തി. എല്ലാവരിലും രോഗം ഉണ്ടാകുന്നില്ല. അവരുടെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി അനുസരിച്ചിരിക്കും രോഗം പകരുന്നത്. ഇങ്ങനെ ആണ് ഈ രോഗത്തിൻ്റെ ആ ചങ്ങല നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ എവിടെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്രേക്ക് ചെയ്താൽ രോഗത്തിൻ്റെ പകർച്ച നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓരോ ഘട്ടങ്ങളിലും ഈ ചെയിൻ പ്രോസസ്സിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതാണ് ബ്രേക്കിംഗ് ദി ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ. ഫസ്റ്റ് വൺ, ബ്രേക്ക് ദ ലിങ്ക്, ഐഡൻറ്റിഫൈ ആൻറ്റി മൈക്രോബിയൽ തെറാപ്പി, എൻവയോൺമെൻറ്റ് സാനിറ്റേഷൻ. ആദ്യമേ രോഗാണുവിനെ കണ്ടെത്തുന്നു, അതിന് വേണ്ട ചികിത്സ കൊടുക്കുന്നു. രണ്ടാമത്തത് ബ്രേക്ക് ദി ലിങ്ക്, അതായത് നമുക്ക് കൃത്യമായിട്ട് പേഴ്സണൽ ഹൈജീൻ, വൃത്തി ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്യാം. മൂന്നാമത്തത് ഹാൻഡ് ഹൈജീൻ, റെസ്പിറേറ്ററി ഹൈജീൻ തുടങ്ങിയവ വഴി നമുക്ക് പോർട്ടൽ ഓഫ് എക്സിറ്റ്, രോഗാണു പുറത്തു പോകാതെ നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാം.
അടുത്തത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. 8 രീതിയുണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മെ തന്നെ സംരക്ഷിക്കാനുള്ള മാസ്ക് തുടങ്ങിയവ, PPE തുടങ്ങിയവ ഉപയോഗിച്ച് നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാം. അടുത്തത് പോർട്ടൽ ഓഫ് എൻട്രി. നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഭാഗങ്ങൾ, മുറിവുകൾ, നമ്മുടെ മുഖം, നോസ് തുടങ്ങിയ നമുക്ക് കവർ ചെയ്യാം, ശ്രദ്ധിക്കാം. ലാസ്റ്റ് വൺ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം. അതുവഴി നമുക്ക് രോഗം കിട്ടുന്നതിനെ തടയാം. എന്താണ് എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ? Epidemiological triangle is the model of explaining the interaction between an agent, host and environment. എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ത്രികോണമാണ്. എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു രോഗാണുവും രോഗമുണ്ടാകുന്ന വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള കണക്ഷൻ വ്യക്തമായി പറയുന്നതിനെയാണ് എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 പാർട്സ്. 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഏജൻറ്റ്, മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കോസ് ഡിസീസ്. ഒന്നാമത്തത് ഏജൻ്റാണ്, സൂക്ഷ്മജീവികളാണ് ഏജൻറ്റ്. രണ്ടാമത്തത് രോഗം ഉണ്ടാകുന്ന വ്യക്തി. ദ ഏജൻറ്റ് ഇൻഫെക്ട്സ് ദി ഹോസ്റ്റ് വിച്ച് ഈസ് ദി ഓർഗാനിസം ദാറ്റ് ക്യാരീസ് ദി ഡിസീസ്. ഈ രോഗാണു ഒരാൾ പ്രവേശിച്ച് ആ വ്യക്തിയിൽ രോഗമുണ്ടാക്കുന്നു, അതാണ് ഹോസ്റ്റ്. മൂന്നാമത്തത് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ സ്ഥലം, നമ്മുടെ ശാരീരികമായിട്ടുള്ളത്, ബയോളജിക്കൽ, സൈക്കോ സോഷ്യൽ എൻവയോൺമെൻറ്റ്. നിങ്ങൾ ആ ചിത്രം നോക്കുക, ചിത്രത്തിലെല്ലാം വ്യക്തമാണ്. ഈ 3 കാര്യങ്ങളെ ചേർത്ത് പറയുന്നതാണ് എപ്പിഡമോളജിക്കൽ ട്രയാഡ്. എന്താണ് ഔട്ട്ബ്രേക്ക് അഥവാ വ്യാപനം? Outbreak is a sudden increase in the occurrence of disease in a particular time and place. Outbreaks include endemic, epidemic and pandemic. Outbreak എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് ധാരാളം വ്യക്തികൾക്ക് ഒരു രോഗം കിട്ടുന്നു. അതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത്. 3 രീതിയിലുണ്ട്. എൻഡമിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. എക്സാമ്പിൾ ഡയറിയ, ഡിസെൻട്രി എക്സെട്ര. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരു രോഗം നിലനിൽക്കുന്നു. രണ്ടാമത്തത് എപ്പിഡമിക്, റാപ്പിഡ് സ്പ്രെഡ് ഓഫ് എ ഡിസീസ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഗിവൻ പോപ്പുലേഷൻ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ കോളറ, ചിക്കൻ പോക്സ് എക്സെട്ര. പെട്ടെന്ന് തന്നെ ധാരാളം വ്യക്തികളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വ്യാപിക്കുന്നു. ഉദാഹരണം കോളറ, ചിക്കൻ പോക്സ് തുടങ്ങിയവ. മൂന്നാമത്തത് പാൻഡമിക്, സ്പ്രെഡ് അക്രോസ് ദി ലാർജ് റീജിയൻ ഇൻ എ ഷോർട്ട് ടൈം. ഫോർ ഇൻസ്റ്റൻസ് മൾട്ടിപ്പിൾ കോണ്ടിനെൻറ്റ്സ് ഓർ വേൾഡ് വൈഡ്. കുറച്ച് സമയം കൊണ്ട് ധാരാളം ഏരിയ എന്ന് വെച്ചാൽ പല രാജ്യങ്ങൾ, പല കോണ്ടിനെൻറ്റുകൾ, ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യുന്നു. ഉദാഹരണം റീസെൻറ്റ് കൊറോണ പാൻഡമിക്. ഏർലി വാർണിംഗ് സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. ആദ്യം തന്നെ നമുക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ അറിയാവുന്ന കുറച്ച് നമ്മുടെ ശരീരത്തിലെ കുറച്ച് സൂചനകൾ നമുക്ക് തരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫീവർ. നോർമൽ ബോഡി ടെമ്പറേച്ചർ ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം പനി എന്ന് നമ്മൾ പറയും, നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നു. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ. രണ്ടാമത്തത് പൾസ് റേറ്റ്. 60 മുതൽ 80 വരെ പറയുന്നുണ്ട് മുതിർന്നവരിലും, 80 മുതൽ 100 വരെ കുട്ടികളിലും, തീരെ കൊച്ചു കുട്ടികളിൽ 100 മുതൽ 120 വരെ പറയുന്നുണ്ട്. റെസ്പിറേറ്ററി റേറ്റ്, നമ്മുടെ ശ്വസനത്തിൻ്റെ ആ തോത്, നിരക്ക് 12 മുതൽ 20 ബ്രെത്ത്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 12 മുതൽ 20 തവണ നമ്മൾ ശ്വാസമെടുക്കുന്നു നോർമലായിട്ടുള്ള വ്യക്തികളിൽ. അതേസമയം കുട്ടികളിൽ 30 മുതൽ 40 തവണ. നാലാമത്തത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സൈൻസ്, വോമിറ്റിംഗ് ആൻഡ് സ്റ്റൊമക് പ്രോബ്ലംസ്, ഛർദ്ദിക്കുക, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതർ നോട്ടബിൾ സൈൻസ് ഇൻക്ലൂഡ് യൂറിനറി സൈൻസ്, ബ്ലഡ് ചേഞ്ചസ്, സ്കിൻ ചേഞ്ചസ് എക്സെട്ര. മറ്റ് ശ്രദ്ധിക്കുന്ന സൂചനകളെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിൻ അഥവാ മൂത്രം പോകുന്നതിൻ്റെ അളവ്, അതിലുള്ള കാര്യങ്ങൾ, പിന്നെ ബ്ലഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് സൂചനകൾ. ഇതിലെല്ലാത്തിൽ തന്നെ നോർമലിൽ നിന്നുള്ള വ്യത്യാസം വരുമ്പോൾ ഒരു രോഗം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്താണ് ബെഡ് സോർ? ബെഡ് സോർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രോഗി കിടക്കയിലായാൽ, സ്ഥിരമായിട്ട് കിടക്കയിൽ ആകുന്ന ഒരു രോഗിക്ക് ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകളെയാണ് നമ്മൾ ബെഡ് സോർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രഷർ അൾസേഴ്സ്
and are injuries to skin and underlying tissue resulting from prolonged pressure on the skin. തൊലിപ്പുറത്തോ തൊലിയോട് ചേർന്നിരിക്കുന്ന ടിഷ്യൂസിലോ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു? ഒരു ധാരാളം മർദ്ദം കൂടുന്നത് കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ബെഡ് സോർ മോസ്റ്റ് ഓഫൺ ഡെവലപ്പ് ഓൺ ദ സ്കിൻ ദാറ്റ് കവേഴ്സ് ബോണി ഏരിയാസ് ഓഫ് ദി ബോഡി സച്ച് ആസ് ഹീൽസ്, ആങ്കിൾസ്, ഹിപ്പ് ആൻഡ് ടെയിൽ ബോൺ. ബെഡ് സോറുകൾ സാധാരണ ഉണ്ടാകുന്ന സ്ഥലം, നിങ്ങൾ ആ ചിത്രം നോക്കുക. സാധാരണ ഉണ്ടാകുന്ന സ്ഥലം നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും പ്രസ്സായിക്കൊണ്ടിരിക്കുന്ന ഭാഗത്താണ്. അതുപോലെ മാത്രമല്ല എല്ലുകളുമായിട്ട് ചേർന്നിരിക്കുന്ന മാംസമുള്ള ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. എന്താണ് ബെഡ് സോർ? ബെഡ് സോർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രോഗി കിടക്കയിലായാൽ, സ്ഥിരമായിട്ട് കിടക്കയിൽ ആകുന്ന ഒരു രോഗിക്ക് ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകളെയാണ് നമ്മൾ ബെഡ് സോർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രഷർ അൾസേഴ്സ് ആൻഡ് ആർ ഇഞ്ചുറീസ് ടു സ്കിൻ ആൻഡ് അണ്ടർലൈങ് ടിഷ്യൂ റിസൾട്ടിംഗ് ഫ്രം പ്രൊലോങ്ഡ് പ്രഷർ ഓൺ ദി സ്കിൻ. തൊലിപ്പുറത്തോ തൊലിയോട് ചേർന്നിരിക്കുന്ന ടിഷ്യൂസിലോ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു? ഒരു ധാരാളം മർദ്ദം കൂടുന്നത് കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ബെഡ് സോർ മോസ്റ്റ് ഓഫൺ ഡെവലപ്പ് ഓൺ ദ സ്കിൻ ദാറ്റ് കവേഴ്സ് ബോണി ഏരിയാസ് ഓഫ് ദി ബോഡി സച്ച് ആസ് ഹീൽസ്, ആങ്കിൾസ്, ഹിപ്പ് ആൻഡ് ടെയിൽ ബോൺ. ബെഡ് സോറുകൾ സാധാരണ ഉണ്ടാകുന്ന സ്ഥലം, നിങ്ങൾ ആ ചിത്രം നോക്കുക. സാധാരണ ഉണ്ടാകുന്ന സ്ഥലം നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും പ്രസ്സായിക്കൊണ്ടിരിക്കുന്ന ഭാഗത്താണ്. അതുപോലെ മാത്രമല്ല എല്ലുകളുമായിട്ട് ചേർന്നിരിക്കുന്ന മാംസമുള്ള ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ബെഡ് സോറിൻ്റെ പ്രത്യേകതകൾ എന്താണ്? എവിടെയാണ് ഇത് സാധാരണ കാണുന്നത്? കോമൺ സൈറ്റ്സ് ഓഫ് പ്രഷർ അൾസേഴ്സ്. ചിത്രത്തിലേക്ക് നോക്കുക. കുറച്ചേറെ സമയം ഒരേ രീതിയിൽ കിടക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ പ്രഷർ പോയിന്റുകളായിട്ട് വരുന്നുണ്ട്. ആ സ്ഥലങ്ങളിലാണ് ബെഡ് സോറുകൾ ഉണ്ടാകുന്നത്. ടെയിൽ ബോൺ ഓർ ബട്ടക്സ്. ടെയിൽ ബോൺ എന്ന് പറഞ്ഞാൽ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം. ഷോൾഡർ ബ്ലേഡ്സ് ആൻഡ് സ്പൈൻ, നമ്മുടെ തോള് ഉള്ള ഭാഗം. ബാക്ക് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് വെൻ ദേ റെസ്റ്റ് എഗെയിൻസ്റ്റ് ദി ചെയർ. നിങ്ങൾ നോക്കുക, ആ റെഡ് കളറായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെയാണ് പ്രധാനമായിട്ടും ബെഡ് സോറുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ. അടുത്തത് സ്റ്റേജസ് ഓഫ് ബെഡ് സോർ. ഈ ബെഡ് സോർ ഇങ്ങനെ ആകുന്നതിന് 4 പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട്. എന്തൊക്കെയാണ്? ബെഡ് സോർ ഡെവലപ്സ് ഇൻ 4 സ്റ്റേജസ്. സ്റ്റേജ് 1, സ്കിൻ ഫീൽസ് വാം ടു ടച്ച്. ദെയർ മേ ബി കളർ ചേഞ്ച് സച്ച് ആസ് റെഡ്നെസ്. പ്രഷർ ഉണ്ടാകുന്ന ആ സ്ഥലങ്ങളിൽ സ്കിന്നിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ ചൂട് അനുഭവപ്പെടാം. അവിടെ നിറവ്യത്യാസങ്ങൾ, റെഡ് കളർ വരാം. രണ്ടാമത്തെ സ്റ്റേജ്, എ പെയിൻഫുൾ ഓപ്പൺ സോർ ഓർ ബ്ലിസ്റ്റർ ഡെവലപ്സ് വിത്ത് ഡിസ്കളേർഡ് സ്കിൻ അറൗണ്ട് ഇറ്റ്. ആ സ്ഥലത്ത് ഒരു വേദനയുള്ള തുറന്ന ഒരു മുറിവോ പൊള്ളൽ പോലെയുള്ള ഭാഗമോ നിറവ്യത്യാസത്തോടു കൂടി കാണാം. മൂന്നാമത്തത് ലീഷൻ ഡെവലപ്സ്. ആ പൊള്ളൽ മാറി നല്ല ആഴത്തിലുള്ള ഒരു മുറിവ് അവിടെ ഉണ്ടാകുന്നു. എങ്ങനെ നമുക്ക് ബെഡ് സോറ് ഉണ്ടാകാതെ ശ്രദ്ധിക്കാം? സം ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടു കൺട്രോൾ ദി അക്കറൻസ് ഓഫ് ബെഡ് സോർ ആർ: 1. ചേഞ്ചിങ് പൊസിഷൻസ് ഫ്രീക്വൻലി. ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന പൊസിഷൻ മാറ്റുക. ഇൻസ്പെക്ടിങ് ദ സ്കിൻ എവരിഡേ. എന്നും തൊലിപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കീപ് സ്കിൻ ക്ലീൻ ആൻഡ് ഡ്രൈ. വൃത്തിയായി സൂക്ഷിക്കുക, മാത്രമല്ല ഉണങ്ങിയ അവസ്ഥയിൽ ആയിരിക്കുക. മെയിൻറ്റെയിനിങ് ഗുഡ് ന്യൂട്രീഷൻ. നല്ല പോഷക ആഹാരങ്ങൾ കൊടുക്കുക. ഡൂയിങ് മൈൽഡ് എക്സർസൈസസ് ടു എൻകറേജ് ബ്ലഡ് സർക്കുലേഷൻ. ചെറിയ ചെറിയ എക്സർസൈസുകൾ, കൈകൾ ചെറുതായിട്ട് അനക്കാനും കാലുകൾ ചെറുതായിട്ട് അനക്കുവാനും ഉള്ള ചെറിയ ചെറിയ എക്സർസൈസുകൾ, വ്യായാമ മുറകൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് രക്തയോട്ടം കൂട്ടുവാനായിട്ട് സഹായിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 3ാമത്തെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നു. ഇൻഫെക്ഷൻ കൺട്രോൾ. Infection prevention and control aims to prevent or control the spread of infections in healthcare facilities and community. സമൂഹത്തിൽ രോഗം പകരാതിരിക്കാനും നിയന്ത്രിക്കാനും ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും കുറച്ച് ഏറെ സമയം ആശുപത്രിയിൽ ചെലവാക്കേണ്ടി വരുമ്പോൾ വീടുകളിൽ കിടന്ന് ചികിത്സിക്കുന്നവർക്ക് ഇവർക്കെല്ലാവർക്കും തന്നെ ഒരു കൂട്ടം രോഗികൾക്ക് തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഹാൻഡ് ഹൈജീൻ, കൈകളുടെ ശുചിത്വം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഓരോരുത്തരും അവരവരെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. റെസ്പിറേറ്ററി ഹൈജീൻ, നമ്മൾ പഠിച്ച കാര്യമാണ്. സേഫ് ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഫ്യൂഷൻ പ്രാക്ടീസസ്, ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായി ഇൻഫെക്ഷൻ എടുക്കുമ്പോഴും ഇൻഫ്യൂഷൻ തരുമ്പോഴും ശ്രദ്ധയായി സുരക്ഷയായി ചെയ്യുക. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ, വൃത്തിയാക്കുക, ശുചിയാക്കുക, മാത്രമല്ല അണുവിമുക്തമാക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കുക. എൻവയോൺമെൻറ്റൽ ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ്, നമ്മുടെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുക, നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക. ലിനൻ ആൻഡ് ലോണ്ടറി മാനേജ്മെൻറ്റ്, ആശുപത്രിയിൽ കിടക്കുമ്പോഴും രോഗിയായി കിടക്കുമ്പോഴും മറ്റെല്ലാ അവസരങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ശരിയായി കഴുകി സൂക്ഷിക്കുക. പ്രോപ്പർ പേഷ്യൻ്റ് പ്ലേസ്മെൻറ്റ്, വൃത്തിയായി ശരിയായി രോഗിയെ സുരക്ഷിതമായി ശ്രദ്ധിക്കുക. ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ്, ആശുപത്രി മാലിന്യങ്ങൾ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക. ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായ ട്രെയിനിങ്ങും നിർദ്ദേശങ്ങളും നൽകുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അഥവാ PPE. PPE is a specialized clothing worn for protection against infectious materials. It prevents contact with an infectious agent or body fluid that may contain an infectious agent, thereby creating a barrier between potential infectious material and health worker. രോഗികളുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കത്തിലാകുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനായിട്ട് ചികിത്സിക്കുന്ന വ്യക്തികൾക്കും വളരെയധികം ഉപയോഗമുള്ള ഒരു വേഷവിധാനമാണ് PPE കിറ്റ്. ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. PPE include items which cover from head to toe such as gloves, gowns, mask, safety glasses, shoe covers, head covers, face shield, etc. തല മുതൽ കാലിൻ്റെ അഗ്രം വരെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിലുള്ള ധാരാളം ഘടകങ്ങൾ ചേർന്നതാണ് PPE. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ, വൃത്തിയാക്കുക, അണുക്കളെ നശിപ്പിക്കുക. ഡിസിൻഫെക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് മോസ്റ്റ് ഓഫ് ദി പാത്തോജനിക് മൈക്രോ ഓർഗാനിസം എക്സെപ്റ്റ് സ്പോർസ് ഓൺ ഇനാനിമേറ്റ് ഓബ്ജെക്ട്സ്. അണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. 2 രീതിയിൽ ഇവ ചെയ്യപ്പെടുന്നു: concurrent disinfection and terminal disinfection. Concurrent disinfection, application of disinfectant immediately after the discharge of infectious material from the body of an infected person throughout the course of illness. അതായത് ഇല്ലാത്ത ഒരവസ്ഥയിൽ രോഗാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും പുറത്തോട്ട് വരുന്ന സ്രവങ്ങളിലും മറ്റും രോഗ അണുക്കൾ ധാരാളമായി കാണപ്പെടുന്നു. ഇവയെ വൃത്തിയാക്കുന്ന ഈ അണുക്കളെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് കൺകറന്റ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ടെർമിനൽ ഡിസിൻഫെക്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡിസിൻഫെക്റ്റിംഗ് മെഷേഴ്സ് ആഫ്റ്റർ ദ പേഷ്യൻ്റ് ഹാസ് ഡൈഡ് ഓർ ഹാസ് ബീൻ റിമൂവ് ടു എ ഹോസ്പിറ്റൽ ഓർ ഹാസ് സീസ്ഡ് ടു ബി എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ടെർമിനൽ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ മരണം സംഭവിച്ച് മാറ്റുകയോ രോഗം പൂർണ്ണമായി ഭേദപ്പെടുകയോ ചെയ്ത് മാറുകയും ചെയ്യുമ്പോൾ ഉപയോഗിച്ച സകല വസ്തുക്കളിലും അണുക്കളെ നശിപ്പിക്കുന്ന പ്രോസസ്സാണ് ടെർമിനൽ ഡിസിൻഫെക്ഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിൻഫെക്റ്റൻസ് ആർ യൂസ്ഡ്. പലതരത്തിലുള്ള അണുനശീകരണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഒന്നാമത്തത് ക്ലോറിൻ റിലീസിങ് കോമ്പൗണ്ട്സ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, ബ്ലീച്ചിങ് പൗഡർ. ഹോസ്പിറ്റൽസിലും സാധാരണ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻ്റാണിത്. രണ്ടാമത്തത് ആൽക്കഹോൾസ്, 70% ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എക്സെട്ര. ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സ്പിരിറ്റ് യൂസ് ചെയ്യുന്നു. മൂന്നാമത്തത് ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്രാൽഡിഹൈഡ്. 4th one ഹൈഡ്രജൻ പെറോക്സൈഡ്. 5th one അയഡിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമുക്കിപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. അവോയ്ഡ് നോൺ എസെൻഷ്യൽ ട്രാവൽ ആൻഡ് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. പബ്ലിക്കായിട്ടുള്ള പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാതിരിക്കുക. അവോയ്ഡ് പബ്ലിക് പ്ലേസസ്, ക്രൗഡ് ആൻഡ് ലാർജ് ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്.
ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, ഒരു രോഗപ്പകർച്ച ഉണ്ടാകുമ്പോൾ പബ്ലിക്കായിട്ട് പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, വലിയ വലിയ ആൾക്കൂട്ടങ്ങളിൽ പോകാതിരിക്കുക തുടങ്ങിയവ നമ്മൾ ശ്രദ്ധിക്കുക. കീപ് ഇൻ ടച്ച് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ് യൂസിങ് ഫോൺ, ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ. ഫോണ്, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ തുടങ്ങിയവ വഴി മറ്റ് സുഹൃത്തുക്കളെ ബന്ധുക്കളുമായിട്ട് സമ്പർക്കത്തിലായിരിക്കുക. ഓൾവേസ് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്. എപ്പോഴും സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ സമ്പർക്കത്തിൽ ഏർപ്പെടാതെ അകലം പാലിക്കുക. ഇൻഫെക്ഷൻ, ഡിസീസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇങ്ങനത്തെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി പഠിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അധ്യാപകർ നൽകുന്ന തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സംശയങ്ങൾ അധ്യാപകരോട് ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ഇവിടെ പൂർണ്ണമാകും.